ദിവസം ജെയ്സ് ബ്രദർ ഒരു മെസ്സേജ് അയച്ചു. ഏറെ നാളുകൾക്ക് ശേഷമാണ് അയച്ചത്. അദ്ദേഹം ചോദിച്ചു, അക്കൗണ്ട് നമ്പർ ഒന്ന് അയച്ചു തരണം. നമ്മളുടെ സംഘടനയുടെ അത് ഞാൻ തുടങ്ങിയതല്ല, അക്കൗണ്ട് നമ്പർ അയച്ചു കൊടുത്തു. അദ്ദേഹം അതിലേക്ക് 50,000 രൂപ അയച്ചു തന്നു. അപ്പോൾ ഞാൻ അല്പം കൂടെ തുക അയക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇത് എത്തിയതിന് ശേഷം അത് അയച്ചു കൊടുക്കും. അടുത്ത ദിവസം വീണ്ടും 50,000 രൂപ ഇന്ന് അയച്ചു. ആവശ്യപ്പെട്ടതല്ല. ഇങ്ങനെ ദൈവം പറഞ്ഞിട്ട് വേലയെ സഹായിക്കുന്ന ദൈവ ജനങ്ങളിലൂടെ ചുരുക്കം പേർ, ധാരാളം ആളുകളില്ല. നമ്മൾക്ക് വെബ്സൈറ്റോ പബ്ലിക്കായിട്ട് പ്രദർശിപ്പിക്കുന്ന അക്കൗണ്ട് ഡീറ്റെയിൽസോ സംഘടനയുടെ ബ്രോഷറോ ടെലിഫോൺ നമ്പറുകളോ പ്രത്യേകമായി പബ്ലിക്കായി അയച്ചു കൊടുക്കുന്ന ടെലിഫോൺ നമ്പറുകളോ ഇല്ല. എന്നാൽ ദൈവ മക്കളിലൂടെ ഇതുവരെ ഈ വേലയുടെ ആവശ്യങ്ങൾ നിർവഹിക്കുന്നതോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഈ സഹോദരനെ കണ്ടിട്ടില്ല. ഇദ്ദേഹം ചില വർഷങ്ങൾക്ക് മുൻപ് ജോലി നിർത്തിയ ആളാണ്. ദൈവം പറഞ്ഞാൽ കാക്കയ്ക്കും കഴുതയ്ക്കും വയലിലെ താമരയ്ക്കും പക്ഷികൾക്കും ഒക്കെ അനുസരിച്ച് മതിയാകുമെങ്കിൽ, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങൾക്കും അനുസരിച്ച് മതിയാകുമെങ്കിൽ, കാറ്റിനും കടലിനും അതനുസരിച്ച് മതിയാകുമെങ്കിൽ, ദൈവജനങ്ങൾ എത്രയധികം അനുസരിച്ച് മതിയാകും. ദൈവത്തിൻ്റെ സ്തോത്രം. ആന്ധ്രയിൽ നിന്നും സുധീറും തമിഴ്നാട്ടിൽ നിന്നും സ്പർജനും കഴിഞ്ഞ മാസം വിളിച്ചു. അവരോട് ഇവിടെയുള്ള വേലയെപ്പറ്റി പറഞ്ഞത് അജീഷ് സാർ. അവർ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ സുവിശേഷ വേലയ്ക്ക് വേണ്ടി വരുവാൻ ആഗ്രഹിക്കുന്നു, അവസരമുണ്ട്, സാധ്യതയുണ്ട് എന്ന് അജീഷ് സാർ പറഞ്ഞു. കേട്ടപ്പോൾ തന്നെ പറഞ്ഞു, ദയവായി വരൂ. ഏതാണ്ട് 20 വർഷങ്ങൾക്ക് മുൻപ് ദൈവത്തോട് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്, കർത്താവേ, സുവിശേഷ വേലയ്ക്ക് വേണ്ടി യൗവനക്കാർ കടന്നു വരുവാൻ ആഗ്രഹിക്കുമ്പോൾ ഏതെങ്കിലും കാരണം പറഞ്ഞ് അവരെ നിരുത്സാഹപ്പെടുത്തുവാനിടയാകരുതേ. കഴിഞ്ഞ 20 വർഷങ്ങളിലധികമായി സുവിശേഷ വേലയ്ക്ക് വരണം എന്ന് താല്പര്യം പറഞ്ഞ് ആരോടും ഏതെങ്കിലും കാരണം പറഞ്ഞ് ഇപ്പോൾ സാധിക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല എന്നാണ് ചിന്ത. അത് ദൈവം സഹായിച്ചതാണ്, ദൈവം സാധിപ്പിച്ചതാണ്. ഇന്ന് അവരെ അല്പം കൂടെ പരിചയപ്പെടുവാനും ഹിന്ദി അറിയാത്ത അവർക്ക് ഒരല്പം ഔട്ടിങ് ലഭിക്കട്ടെ എന്നും വിചാരിച്ച് പട്ടണത്തിൻ്റെ ഭാഗത്തേക്ക് കടന്നുപോയി. ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് കഴിക്കേണ്ടത്? റോഡ് സൈഡിൽ നിന്ന് മതിയോ അതോ ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ പോകണോ? അവർ പറഞ്ഞു, റോഡ് സൈഡിൽ നിന്നും മതി. അങ്ങനെ ഞങ്ങൾ എഗ് റോൾ കഴിച്ചു. ഡബിൾ എഗ് റോൾ 50 രൂപ. അതെ. അപ്പോൾ അല്പം കൂടെ തുറന്ന് സംസാരിക്കുവാനുള്ള ഒരു അവസരം ലഭിച്ചു. റോഡ് സൈഡിൽ നിന്ന് ഞങ്ങൾ സംസാരിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾ ബൈബിൾ കോളേജിൽ പഠിക്കുമ്പോൾ ആഗ്രഹിച്ചു. 2 വർഷമായി, 1 വർഷത്തിലേറെയായി ഞങ്ങൾ തീരുമാനിച്ചു, ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾക്ക് സുവിശേഷം അറിഞ്ഞിട്ടില്ലാത്ത ഇടത്തേക്ക്, ബുദ്ധിമുട്ടുള്ള ഇടത്തേക്ക് കടന്നു പോകണം. അങ്ങനെ പോകുവാനുള്ള സാധ്യതകൾ എന്താണ് എന്നറിയില്ല. വർഷാവസാനമാകുമ്പോഴേക്കും, ഗ്രാജുവേഷൻ്റെ സമയങ്ങളൊക്കെ ആകുമ്പോഴേക്കും അവർക്കല്പം വേവലാതിയായി. എവിടേക്ക് പോകും? ചിലരൊക്കെ അവരോട് പറഞ്ഞു, സമയമാകുമ്പോൾ പറയണം, ഞങ്ങളുടെ അടുത്തേക്ക് വരാം. എന്നാൽ സമയമായപ്പോൾ അവർ കൈയൊഴിഞ്ഞു എന്ന് അവർ പറയുകയുണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവരുടെ സാറിനോട്, അജീഷിനോട് ചോദിച്ചു, എവിടെയെങ്കിലും അവസരമുണ്ടോ? അവർ നമ്മളെപ്പറ്റി പറഞ്ഞു. അങ്ങനെ വിളിച്ചപ്പോൾ അദ്ദേഹം, ആ യൗവനക്കാരൻ പറഞ്ഞു, പേടിച്ചാണ് വിളിച്ചത്, അവസരം ലഭിക്കുമോ? വന്ന് പ്രവർത്തിക്കുവാൻ സാധ്യതകളുണ്ടോ? താൻ പറഞ്ഞു, എൻ്റെ സഭയിലേക്ക് മടങ്ങിപ്പോകുവാൻ ഞാൻ ആഗ്രഹിച്ചില്ല. കാരണം ആഗ്രഹിച്ചാൽ അവിടെ പോയാൽ ഇനി എന്നെ ഒരു ബ്രാഞ്ച് സഭ ഏൽപ്പിക്കും, എന്നെ വിവാഹം കഴിപ്പിക്കും, എൻ്റെ ജീവിതം ആ സഭയ്ക്കുള്ളിൽ അവസാനിക്കും. ഇവർ രണ്ടുപേരും സുവിശേഷം എത്തിയിട്ടില്ലാത്ത ഇടങ്ങളിൽ പ്രവർത്തിക്കണം
എന്നുള്ള ആഗ്രഹം ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിച്ചവരാണ്. ഹൃദയത്തിൽ ദൈവത്തോട് നന്ദി പറഞ്ഞു. അങ്ങനെ 2 യൗവനക്കാരെ സഹായിക്കുവാൻ ദൈവം വീണ്ടും വഴി തുറന്നിട്ടു. എങ്ങനെയാണ് ദൈവം വഴി തുറന്നത്? കഴിഞ്ഞ ദിവസം തോമസ് അങ്കിൾ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളുടെ സഭ ഒരു 5 പേരെ കൂടെ അവിടെ സഹായിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ, വിവരങ്ങളൊന്ന് അറിയിക്കണേ. 5 പേര് ആരാണെന്നൊന്ന് പറയണേ. പറഞ്ഞു, അങ്കിളെ പറയാം. ഈ ഞായറാഴ്ചയ്ക്ക് മുൻപ് തന്നെ ആ ലിസ്റ്റൊക്കെ ഒന്ന് അയച്ചാൽ നല്ലതാണ്. നമ്മൾ കത്തെഴുതിയില്ല, നമ്മൾ ആരെയും ഫോൺ വിളിച്ചില്ല, അവർ നമ്മളെ ഫോൺ വിളിച്ചു. ആർക്ക് വേണ്ടി? ഈ 2 യൗവനക്കാർക്ക് വേണ്ടി. സജി ബ്രദറിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, അതെ, അവിടെ 3 പേർ ഇപ്പോൾ സുവിശേഷ വേലയ്ക്ക് പോകുവാൻ തയ്യാറാണ്. അവർ ഓൾറെഡി പ്രവർത്തിക്കുവാൻ തുടങ്ങി. അവർക്ക് ഒരു ചെറിയ സഹായം ആവശ്യമാണ്. 3 + 2 5. ദൈവത്തിന് കണക്ക് തെറ്റുന്നില്ല. ഇവരുടെ എല്ലാ ആവശ്യങ്ങളും, അവരുടെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും ആ സഭ നിർവഹിക്കുമോ? ഇല്ല. എന്നാൽ അതിൻ്റെ ഒരു ഭാഗം അത് ദൈവം നമുക്ക് നൽകുന്ന ഒരു ഉറപ്പാണ്. ഞാൻ കൂടെയുണ്ട്, ഭയപ്പെടേണ്ട. എൻ്റെ മക്കൾ, അവരെ ഞാൻ ഒരുക്കിക്കൊള്ളാം. ദൈവത്തിൻ്റെ വിശ്വസ്തത, ദൈവം നടത്തുന്ന വിധങ്ങൾ. കരയുന്ന കാക്കക്കുഞ്ഞിനും അതിൻ്റെ ആഹാരം നൽകുന്ന ദൈവം. യൗവനക്കാർ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വരുമ്പോൾ ലോകത്തിലെ ഏത് നല്ല ജോലി ചെയ്യുന്നതിന് കിട്ടുന്ന ശമ്പളത്തേക്കാൾ അധികം പ്രതിഫലം ഈ ലോകത്തിലല്ല, സ്വർഗലോകത്തിൽ. എന്നാൽ ഈ ലോകത്തിലും സകല ആവശ്യങ്ങളും കൃത്യമായി നടത്താം എന്ന് വാക്ക് പറഞ്ഞ ദൈവം തൻ്റെ വാക്കിന് വ്യത്യാസം വരുത്തുന്നില്ല. ആ ദൈവത്തിൽ വിശ്വസിച്ച് ദൈവവേലയ്ക്ക് വേണ്ടി വരുവാൻ ഇനിയും അനേക യൗവനക്കാർ തയ്യാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.